ഹലോ എവ്രി വൺ. ഒരു വളരെ സാഡനിങ് ആയിട്ടുള്ള ന്യൂസ് നാട്ടിൽ കണ്ടു ആൻഡ് അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഒന്നും സർപ്രൈസിങ് ആയിട്ട് തോന്നുന്നില്ല. കാരണം ഇങ്ങനെയുള്ള ആളുകളെ ഞാനൊരു 5 years മുന്നേ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. ആൻഡ് അപ്പോൾ ഇന്ന് ഈ ന്യൂസ് കാണുമ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ പറ്റിയ ഒരു ന്യൂസ് കാണുമ്പോൾ എനിക്ക് ഒട്ടും സർപ്രൈസിങ് ആയിട്ട് തോന്നിയില്ല. കാരണം 5 years മുന്നേ ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് ബിഹേവിയേഴ്സ് സോഷ്യൽ മീഡിയ വഴി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്, ഞാൻ കണ്ടതാണ്. അതും അറ്റ്ലീസ്റ്റ് ദിസ് പേഴ്സൺ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെന്നെങ്കിലും വിചാരിക്കാം നമുക്ക്. പക്ഷെ ഞാൻ കണ്ട ആളുകൾ അറ്റ്ലീസ്റ്റ് സോഷ്യലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ആൻഡ് അവർ വളരെ റിലീജിയസ് ആണെന്ന് കാണിച്ചിരുന്ന ഒരാളുകളായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ള ആളുകൾ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. എന്തിനു വേണ്ടിയിട്ടെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ഐ വാസ് അണ്ടർ ഷോക്ക്. എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. ഇങ്ങനെയുള്ള ഇത്രയും ആൻഡ് ഇവർക്ക് തന്നെ 3-4 ചിൽഡ്രൻ ഉണ്ട്. അവർക്ക് തന്നെ സ്വന്തമായ കുട്ടികളുള്ള ആളുകളാണ്. അവർ വളരെ റിലീജിയസ് ആണെന്ന് പ്രിറ്റൻഡ് ചെയ്യുന്ന ആളുകളായിരുന്നു. എനിക്ക് തോന്നുന്നില്ല റിലീജിയസ് ആൻഡ് സ്പെസിഫിക് റിലീജിയൻ എന്നൊന്നും പറയാനില്ല കേട്ടോ. എല്ലാ റിലീജിയൻസിലുള്ള ആളുകളെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ആൻഡ് അവർ സ്പെസിഫിക്കലി ടാർഗറ്റ് ചെയ്യുന്നതാണ് കുട്ടികളിനെ. മീൻസ് വൈ ഐ ഡോണ്ട് നോ. ഇവർക്ക് ഇത്രയും ഗ്രോണപ്പ് ആയിട്ടുള്ള ആളുകളല്ലേ. ഒരു ഗ്രോണപ്പ് ആയിട്ടുള്ള ആളെ ടാർഗറ്റ് ചെയ്താൽ എനിക്ക് മനസ്സിലാക്കാം അല്ലേ. ഓക്കെ, ഹി ഓർ ഷീ ഈസ് എൻ അഡൾട്ട്, വലിയൊരാളാണ്. ഇത് ചെറിയ കുട്ടികളിനെയൊക്കെ ഐ ഡോണ്ട് നോ മാൻ, എത്ര താഴെ സമൂഹം പോയി എന്നുള്ളത് ഈ ഒറ്റൊരു ഇൻസിഡൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ്. ആൻഡ് 5 years ago ഇത് ഒരു വൺ ഓഫ് ദ റീസൺസ് ആണ് ഞാൻ സോഷ്യൽ മീഡിയ ഐ എം ഡൺ വിത്ത് സോഷ്യൽ മീഡിയ എന്ന് വിചാരിച്ച് ഞാൻ പോകാനുള്ള, എസ്പെഷ്യലി ഫേസ്ബുക്ക് ഞാൻ യൂസ് ചെയ്യാനിൽ തന്നെ നിർത്തിയത്. ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഒരുപാട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത് 5 years ago. ഞാൻ primarily സ്റ്റോപ്പ് ചെയ്യാനുള്ള one of the main reasons. There are other reasons as well. പക്ഷെ ഒരു മെയിൻ റീസൺ ഇങ്ങനെയുള്ള ആളുകൾ ചെറിയ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നത് കണ്ടതുകൊണ്ട് തന്നെയാണ്. ആൻഡ് ഐ ഡോണ്ട് നോ, മോസ്റ്റ് സർപ്രൈസിങ് തിങ് ഈസ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് കാണുമ്പോൾ ആരും അതിന് ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വോയിസ് റേസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അത് എന്നിട്ട് വേറെ വളരെ ക്രൂഷ്യൽ അല്ലെങ്കിൽ ഒരു വെരി ബാഡ് സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ആളുകൾ അതിനായിട്ട് റിയാക്ട് ചെയ്യുന്നതും അതിനെന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ഈ ഇൻസിഡൻറ്റ് ആ മൈൽഡ് രീതിയിൽ നടക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്യണ്ടേ, അല്ലെങ്കിൽ ആളുകൾ റിയാക്ട് ചെയ്യണ്ടേ. ദിസ് ഇസ് നോട്ട് ഓക്കെ എന്ന് ആരും പറയാനില്ല. അവിടെ ചുറ്റുമുള്ള സർക്കംസ്റ്റാൻസസിൽ ആരും അതിന് സ്റ്റോപ്പ് ചെയ്യാനില്ല. വിച്ച് ഈസ് സോ സർപ്രൈസിങ്. ഒരാൾ പോലും അതിനെ സ്റ്റോപ്പ് ചെയ്യാനോ ആ കുഞ്ഞിനെ രക്ഷിക്കാനോ വന്നില്ല എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് നോ. അത് സംഭവം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറേ കമ്മ്യൂണിറ്റി സൊസൈറ്റി നമ്മളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? വാട്ട്സ് എ പോയിന്റ്? ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ നോബഡി ഈവൻ ബോതേർഡ്. ആൻഡ് നമ്മളെപ്പോഴും പറയുന്നതാണോ നമ്മുടെ ആളുകൾ വളരെ ഒരുമിച്ച് നടക്കുന്നവരാണ്, വളരെ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. വാട്ട്സ് എ പോയിന്റ്? ഒരു ചെറിയ കുട്ടിയെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് എ പോയിന്റ് ഓഫ് ബന്ധങ്ങൾ? ഐ ഡോണ്ട് നോ. ഭയങ്കര വിഷമായ ഒരു ന്യൂസ്. ഒട്ടും വേർഡ്സ് ഇല്ല. മീൻസ് ഐ ഡോണ്ട് നോ. ഡിറ്റീരിയറേഷൻ സമൂഹത്തിന് മീൻസ് കുഞ്ഞുങ്ങളെ ടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേഴ്സ്റ്റ്. അതിലും താഴാൻ ഇനിയില്ല അല്ലേ. ആളുകളോട് ഇനിയിപ്പോൾ ഒന്നും ദർ ഇസ് നോ പോയിന്റ് ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് തന്നെ അല്ലേ. അങ്ങനെയുള്ള ആളുകളോടൊന്നും സംസാരിക്കുന്നതിൽ പോലും ഒരു അർത്ഥം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഹ്യൂമൻ എന്നുള്ള ലെവലിലല്ല അവരുള്ളത്. അവർ ഏതോ ഐ ഡോണ്ട് നോ.
ഭയങ്കര വിഷമം ആയിപ്പോയി ഇത് കണ്ടിട്ട്.